ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയമിച്ച റിട്ടയേർഡ് ജഡ്ജ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തും. രാവിലെ 11 മണിക്ക് സ്ട്രോങ് റൂമിൽ പരിശോധന തുടങ്ങും. ഇന്നലെ സന്ധ്യയോടെ അദ്ദേഹം പമ്പയിലെത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളൊക്കെ ജനം TV നൽകിയതാണ്. അദ്ദേഹം തിങ്കളാഴ്ച ആറന്മുള എത്തി ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കും. തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജസ്റ്റിസ് കെ ടി ശങ്കരനോടൊപ്പം ഉണ്ട്. ഈ വാർത്തയുടെ വിശദ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ സാന്നിധ്യം ഇന്ന് സന്നിധാനത്ത് ഉണ്ടാകുന്നു. നമുക്കറിയാം, ഹൈക്കോടതിയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരനെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, ഒരു ജുഡീഷ്യൽ എൻക്വയറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, പരിശോധന നടത്തുന്നു. ഇതിൻ്റെ ഇൻവെൻട്രി പരിശോധിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല. അതായത് ശബരിമലയിൽ ഒരു കണക്കെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. രജിസ്റ്റർ പരിശോധിക്കുക. പ്രധാനമായിട്ടും ആരോപണം ഉയർന്നിരിക്കുന്നത് കൃത്യമായ രേഖകളില്ല എന്നുള്ളതാണ്. രജിസ്റ്ററിൽ പലതും രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നത്. എന്തായാലും ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇതൊക്കെ അദ്ദേഹം പരിശോധിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരും ദിവസങ്ങളിൽ, അല്ലേ? ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്നലെ രാത്രി ജനം TVയോട് പ്രതികരിച്ചോ? അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ സാധിച്ചോ? ഗോകുൽ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹം ഇന്നലെ 8:30 കൂടിയിട്ടാണ് രാത്രിയിൽ പമ്പയിൽ എത്തിച്ചേർന്നത്. തുടർന്ന് അദ്ദേഹം പമ്പ ഗസ്റ്റ് ഹൗസിൽ വിശ്രമത്തിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സന്നിധാനത്തേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി ഗസ്റ്റ് ഹൗസിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹം സന്നിധാനത്തേക്ക് പുറപ്പെടുന്നുണ്ടാവും. രാവിലെ 11 മണിയോടുകൂടി സന്നിധാനത്ത് പരിശോധനാ നടപടികൾ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ 3 ദിവസം അദ്ദേഹം ശബരിമലയിൽ ഉണ്ടാകും. സന്നിധാനത്തെ പ്രധാനപ്പെട്ട അമൂല്യ വസ്തുക്കളുടെ അടക്കം കണക്കെടുപ്പ് നടപടികളായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാന നടപടിയായിട്ട് ഉണ്ടാവുക. സ്ട്രോങ് റൂം അടക്കം തുറന്ന് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നും നാളെയും സന്നിധാനത്താണ് പരിശോധന നടത്തുന്നത്. ഇന്ന് തന്നെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ശബരിമലയിൽ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിരികെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ അദ്ദേഹം പരിശോധിക്കുന്നുണ്ടാവും. അതിൻ്റെ തൂക്കവും അളവും അടക്കം കൃത്യമായിട്ട് പരിശോധിക്കും. നാളെയായിരിക്കും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുന്നുണ്ടാവുക. ഇന്ന് സ്ട്രോങ് റൂം തുറന്ന് മറ്റ് അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പായിരിക്കും അദ്ദേഹം നടത്തുന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇന്നും നാളെയും സന്നിധാനത്ത് പരിശോധന അതിനുശേഷം പൂർത്തിയാക്കിയതിന് ശേഷം ആറന്മുളയിലേക്കും അദ്ദേഹം പോകുന്നുണ്ട്. ആറന്മുളയിലാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂം ഉള്ളത്. ശബരിമലയുടേതുൾപ്പെടെയുള്ള മറ്റ് ചില അമൂല്യ വസ്തുക്കൾ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവയുടെ കണക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ആറന്മുള സ്ട്രോങ് റൂമിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടാവുക. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ സന്നിധാനത്തെ പരിശോധന പൂർത്തിയാവുകയാണെങ്കിൽ മറ്റന്നാളായിരിക്കും പോകുന്നുണ്ടാവുക. അഥവാ സന്നിധാനത്തെ പരിശോധന നടപടികൾ 2 ദിവസത്തിൽ പൂർത്തിയായില്ലെങ്കിൽ 1 ദിവസം കൂടി സന്നിധാനത്ത് തുടർന്നതിന് ശേഷം അടുത്ത ദിവസം ആറന്മുളയിലേക്ക് പോകാനായിരിക്കും അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പരിശോധന നടപടിയിൽ അദ്ദേഹത്തിനൊപ്പം മറ്റ് 7 ആളുകളോളം ഉണ്ട്. സന്നിധാനത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, അതോടൊപ്പം തന്നെ തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഉണ്ട്. ഒപ്പം സ്പെഷ്യൽ കമ്മീഷണർ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു സ്മിത്ത് ഉണ്ടാവും, ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്മിത്ത് അടക്കമുള്ള ആളുകളായിരിക്കും ഈ നടപടിക്ക് ഉണ്ടാവുക. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആ നടപടിക്രമങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 7-അംഗ ടീമിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാൽനടയായിട്ടാണ് അദ്ദേഹം സന്നിധാനത്തേക്ക് പോകുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ സന്നിധാനത്ത് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ളൊരു പരിശോധന നടപടികൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും, ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ ഭാഗത്തു നിന്നും ശബരിമലയിൽ നടക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ്, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വളരെ നിർണായകമാകും ഈ നിലവിൽ ഈ കേസിൽ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി നേരിട്ടിടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഇതിനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള അന്വേഷണവും പരിശോധന നടപടികളും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കും. പ്രത്യേകിച്ച് വിവാദം അത്രത്തോളം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ
ഈ നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഒപ്പം ഹൈക്കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ബോധ്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് ഹൈക്കോടതി നേരിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം മാധ്യമപ്രവർത്തകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശിക്കാനായിട്ട് അനുമതിയില്ല. പമ്പ വരെ മാത്രമേ പ്രവേശിക്കാനായിട്ട് അനുമതിയുള്ളൂ. അതിനുശേഷം അദ്ദേഹം ഉൾപ്പെടെയുള്ള സംഘം അങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് കാൽനടയായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തിച്ചേരും. 11 മണിയോടുകൂടി അവിടെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 2 ദിവസം സന്നിധാനത്തുണ്ടാകും. സന്നിധാനത്തെ സ്ട്രോങ് റൂം അടക്കം തുറന്ന് പരിശോധിക്കും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അവ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് കൊണ്ടുവന്നവയാണ്. അവയടക്കം പരിശോധിക്കുന്ന സുപ്രധാനമായിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും അദ്ദേഹം ഇന്നും നാളെയുമായിട്ട് സന്നിധാനത്ത് നടത്തുന്നുണ്ടാവുക. എന്തായാലും മറ്റന്നാളത്തേക്കായിരിക്കും ആറന്മുളയിലെ സ്ട്രോങ് റൂമിലടക്കം പരിശോധന നടത്തി അദ്ദേഹത്തിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടാവുക. അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഹൈക്കോടതി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങളും തുടർ നടപടികളും സ്വീകരിക്കുന്നുണ്ടാവുക. അനിൽ നമ്പ്യാർ. ശബരിമലയുടെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയമിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിച്ചിരിക്കുന്നു. ആ വിവരങ്ങളാണ് ഗോകുൽ രമേശ് നൽകിയത്. സന്നിധാനത്ത് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം തിരുവാഭരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല തിങ്കളാഴ്ച ആറന്മുളയിൽ എത്തി ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കും. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇൻവെൻട്രിയുടെ പരിശോധന അതാണ് പ്രധാനമായും ഹൈക്കോടതി അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന മുഖ്യ ദൗത്യം. അവിടെയുള്ള രജിസ്റ്ററുകൾ പരിശോധിക്കണം, മാത്രമല്ല കണക്കെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. അത് ഹൈക്കോടതിയിൽ എത്തിക്കുക, ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം ഹൈക്കോടതി നിർദ്ദേശങ്ങൾ നൽകുക.